ഇന്ന് വെള്ളിയാഴ്ച ആയതുകൊണ്ട് സ്പെഷ്യലായിട്ടും ചിക്കൻ മന്തി ഉണ്ടാക്കാമെന്നാണ് വിചാരിക്കണേ. അപ്പോൾ ഇതാ ചിക്കനൊക്കെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്തിരി ഉപ്പ് ഇട്ട് കൊടുക്കാം, കുറച്ച് ക്യാപ്സിക്കം ചെറിയ കഷ്ണമായിട്ട് അരിഞ്ഞെടുക്കാം, 2 മാഗി ക്യൂബ് പൊടിച്ചങ്ങ് ചേർത്ത് കൊടുക്കാം, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട്, മഞ്ഞൾപ്പൊടി, കാശ്മീരി ചില്ലി പൗഡർ, ഗരം മസാല, പിന്നെ ബേ ലീഫ്, പട്ട, ഗ്രാമ്പ്, ഏലക്ക, പിന്നെ ഒരു തക്കാളി പേസ്റ്റാക്കിയിട്ട് അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂണോളം നല്ല നെയ്യ്, പിന്നെ കുറച്ച് സൺഫ്ലവർ ഓയിലും കൂടി ചേർത്ത് കൈകൊണ്ട് നല്ലപോലെ ഒന്ന് പുരട്ടി മസാല പിടിപ്പിക്കാൻ ഒരു 10-20 മിനിറ്റ് മാറ്റി വെക്കാം. പിന്നെ തിളച്ച വെള്ളത്തിലേക്ക് നമ്മൾ മന്തി റൈസ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിലേക്ക് ബേ ലീഫ്, പിന്നെ ഉണക്കനാരങ്ങ, പട്ട, പിന്നെ ചെറിയ ജീരകം, റൈസ് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടി ഇത്തിരി സൺഫ്ലവർ ഓയിൽ, പകുതി ചെറുനാരങ്ങ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ടൊരു ഭാഗം ഒന്ന് വേവിച്ചിട്ട് ഊറ്റി മാറ്റി വെക്കാം. അപ്പോൾ അതാ ഞാൻ അടുപ്പത്തോട്ട് ചിക്കനൊക്കെ വേവിക്കാൻ വേണ്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ലോണം ഒന്ന് വെന്ത് കിട്ടണം. എന്നിട്ട് ഇതാ അങ്ങോട്ട് കോരി അങ്ങ് മാറ്റാം. ഒരു 10-20 മിനിറ്റൊക്കെ വേവിച്ചെടുത്താൽ മതി കേട്ടോ ചിക്കൻ. എന്നിട്ട് അതിൻ്റെ ഓയിലുണ്ടല്ലോ അത് ഇത്തിരി അങ്ങോട്ട് കോരി മാറ്റി വെക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ വേവിച്ച് വെച്ച മന്തി റൈസ് ഉണ്ടല്ലോ അത് അതിലേക്ക് തട്ടിക്കൊടുക്കുക. ഇത്തിരി വെള്ളത്തിൽ കുറച്ച് മഞ്ഞൾ കലക്കിയിട്ട് അതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഒരു 4-5 പച്ചമുളക് കുത്തി കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ മാറ്റി വെച്ച ഓയിലുണ്ടല്ലോ അത് എങ്ങനെ അങ്ങ് ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് ചിക്കനൊക്കെ അതിലേക്ക് തട്ടിക്കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഇതാ നല്ല ഫ്രഷ് മല്ലി ഇല അത് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു ടീസ്പൂണ് നല്ല നെയ്യും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നമുക്കൊന്ന് ദം ചെയ്തെടുക്കണം കേട്ടോ. ഒരു 25 മിനിറ്റ് അങ്ങ് ദം ചെയ്യാൻ വെക്കുന്നുണ്ട്. നല്ല ഇടുക്കലങ്ങ് എടുത്തിട്ട് അതിൻ്റെ മേലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ ഞാൻ 25 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ മൂടി അങ്ങ് തുറന്ന് നോക്കിയേ. മന്തീൻ്റെ അടിപൊളി മണമാണ്, പറഞ്ഞറിയിക്കാൻ പറ്റൂല, അത്രക്കും മണമുണ്ട് അതിന്. അപ്പോൾ ഇതാ ഇച്ചപ്പൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ പെട്ടെന്ന് തന്നെ വിളമ്പി മുമ്പിലോട്ട് കൊണ്ടുവച്ച്. പിന്നെ സ്പെഷ്യലായിട്ട് എന്തെങ്കിലും ഉണ്ടാക്കിയാൽ പിന്നെ എനിക്ക് വേഗം അങ്ങ് കഴിക്കണേ. ഇതാ അതിൻ്റെ കൂടെ തക്കാളി ചട്നി ഉണ്ടായിരുന്നു, പിന്നെ മയോണീസും അതൊക്കെ ഇട്ട് പിന്നെ ചിക്കനൊക്കെ നല്ല പോലെ വെന്ത് കിട്ടിയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അതിൽ നിന്ന് ഒരു കഷ്ണം അതും പറിച്ച് എല്ലാം കൂടി കൂട്ടി കുഴച്ച് ഒന്ന് വായിലേക്ക് ഇട്ടേ. പറയണ്ട, ഒന്നും പറയാനില്ല, അടിപൊളി ടേസ്റ്റായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ ഇത് അതിൻ്റെ കൂടെ സ്പ്രൈറ്റും ഉണ്ട് കേട്ടോ. പിന്നെ ഇതാ മോന് ഡ്രസ്സൊന്നും ഇടാത്തതുകൊണ്ട് ഒരു തോർത്തങ്ങ് മേലെ ഇട്ടിട്ടുണ്ടേ. കുളിച്ച് വന്നതാണ് ആൾ. അപ്പോൾ അത് കാണുന്നേന്ന് പറഞ്ഞിട്ട് വേഗം മൂടിയേ. പിന്നെ എല്ലാവരും കൂടി ഇരുന്ന് അങ്ങ് കഴിച്ചേ. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാം. അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ടാറ്റാ.